വിനിത, ഞാൻ പറയുമായിരുന്നു, ബൽറാം നെടുങ്ങാടിയോട് ഞാൻ ചോദിക്കുകയായിരുന്നു ഈ ഒരു കാര്യം. കാരണം ഒരുപാട് കാര്യങ്ങളിൽ ഈ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, ദേശീയ തലത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയനായ നേതാവാണ് ഡോക്ടർ ശശി തരൂർ. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ സംസ്ഥാന കോൺഗ്രസിലെ നേതാക്കൾക്ക് അദ്ദേഹത്തെ അംഗീകരിക്കാൻ അല്പം മടി മുൻപുണ്ടായത് നമ്മൾ കണ്ടതാണ്. പക്ഷെ പിന്നീട് അതൊക്കെ മഞ്ഞൊക്കെ ഉരുകി ഇല്ലാതെ ആയെങ്കിൽ പോലും പലതരത്തിലുള്ള അവഗണന നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകണം, ശ്രദ്ധ തിരിക്കണം. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത്. ആ രീതിയിലുള്ള വിലയിരുത്തലുകൾ വരുന്ന ഒരു സമയത്ത് കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അദ്ദേഹത്തോട്, ശശി തരൂരിന്റെ പല നിലപാടുകളിലോടും കേരളത്തിൽ നിന്നൊക്കെയുള്ള നേതാക്കൾക്ക് വിയോജിപ്പുണ്ട്. അവർ അത് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ലേഖനം, അതിനെ ഒരു വിഭാഗം തള്ളുകയും മറ്റൊരു വിഭാഗം അതിനെ അനുകൂലിക്കുന്നില്ല എങ്കിൽ പോലും ഒരു മൃദു സമീപനം അക്കാര്യത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ തരൂരിനെതിരെ നടപടി വേണമെന്നടക്കം നേതാക്കൾ പറയുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ പശ്ചാത്തലത്തിലൊക്കെയാണ് ഇന്നലെ അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അദ്ദേഹത്തെ കാണാനൊക്കെ തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം അദ്ദേഹം കൃത്യമായും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് അദ്ദേഹം ഈ ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. സ്മിത സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അക്കാര്യം കൂടി ദേശീയ നേതൃത്വത്തെ അറിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം. ഏതാണ്ട് 10 മിനിറ്റ് ഇപ്പോൾ ആ കൂടിക്കാഴ്ച ഇവിടെ പുരോഗമിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ ഇപ്പോൾ ഈ ശശി തരൂരിന്റെ വീട്ടിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ കെ.സിയുടെ അടക്കം മധ്യസ്ഥതയിലാവാം ഈ കൂടിക്കാഴ്ച എന്ന് കൂടി നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നേരത്തെ ഇന്ന് രാവിലെയും കെ.സി. വേണുഗോപാൽ നമ്മളോട് സംസാരിച്ചപ്പോൾ അക്കാര്യം വ്യക്തമാക്കിയതാണ്. കാരണം നേതൃത്വം നേരത്തെ തന്നെ തരൂരുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച രമ്യമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അധികം വൈകാതെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട സാഹചര്യമുണ്ട് കേരളത്തിൽ. ഇതിനിടയിൽ ഇത്തരത്തിലേക്കുള്ള വിവാദ പരാമർശങ്ങൾ അത് നേതാക്കൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണയുണ്ടാക്കുകയും രണ്ടു തട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പരാമർശങ്ങളും അത്തരം പ്രസ്താവനകളും ഒക്കെ ഒഴിവാക്കി രമ്യമായ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന കെ.സി. വേണുഗോപാൽ അടക്കം ഇപ്പോൾ സോണിയാഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുമായി ഡോക്ടർ ശശി തരൂരിന്റെ കൂടിക്കാഴ്ച തുടങ്ങാനിരിക്കുകയാണ്. 5:30 കൂടിക്കാഴ്ച. അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സോണിയാഗാന്ധിയും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കെ.സി. വേണുഗോപാലും ഇവർക്കൊപ്പം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തരൂര് പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുത്തുമോ എന്നുള്ളതാണ് നാം ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്.